റിപ്പോർട്ടറിന്റെ ആദരമാണ് ഇനി. വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യ മുന്നേറ്റത്തോടെ പ്രവർത്തിക്കുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും നമുക്കിടയിലുണ്ട്. അത്തരത്തിലുള്ളവരെ ആദരിക്കുന്ന ചടങ്ങാണ് അടുത്തത്. ഏറ്റവും ആദ്യം ഈ വേദിയിൽ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. വിദൂര പഠനം പുതിയൊരു ആശയമല്ല. 19-ാം നൂറ്റാണ്ടിൽ തപാൽ വഴി കറസ്പോണ്ടൻസ് കോഴ്സുകൾ പഠിക്കാൻ ശ്രമിച്ച കുറച്ചു പേരെങ്കിലും നമുക്കിടയിലുണ്ടാകും. ഇൻ്റർനെറ്റ് ജനകീയമായതോടെ വിദൂര പഠനം വിപ്ലവം സൃഷ്ടിച്ചു. ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും വിദ്യാഭ്യാസം ആർക്കും നേടാനായി. അങ്ങനെ കേരളത്തിൽ വിദൂര പഠനത്തിൽ വിപ്ലവം സൃഷ്ടിച്ച ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സംരംഭമുണ്ട്. അവർ വികസിപ്പിച്ചെടുത്ത മൊബൈൽ ആപ്പുണ്ട്. അതുവഴി വിദ്യാർത്ഥികൾ മികച്ച വിജയഫലം നേടുകയും ചെയ്തു. ഇന്നിവിടെ റിപ്പോർട്ടർ TV അവരെ ആദരിക്കുകയാണ്. വീട്ടിലിരുന്നും ജോലി ചെയ്തും വളരെ ചുരുങ്ങിയ സമയത്തിൽ SSLC, +2, IGNO, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിലെ കോഴ്സുകൾക്ക് മികച്ച നിലവാരത്തിൽ ട്യൂഷൻ നൽകുന്ന ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. സ്കിൽ കോഴ്സുകളായ ഡിസൈനിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ട്രേഡിംഗ്, ടാലി, MS ഓഫീസ് എന്നിവയും ഫ്യൂച്ചർ പ്ലസ് സ്കിൽമേറ്റ് എന്ന പേരിൽ ഇവർ നടത്തിവരുന്നു. കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൻസ് ലേണിംഗ് ആപ്പ് തുടങ്ങിയതും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയാണ്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് ഉൾപ്പെടെ 10 ബ്രാഞ്ചുകളാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കുള്ളത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മേഖലയിൽ ഇന്ന് ഓൺലൈൻ വഴി വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയഫലം കൊണ്ടുവരാനും ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നക് ആഷ് മുഹമ്മദ്, പ്രശോഭ്, മുഹമ്മദ് ഷാമിൽ എന്നിവരുടെ നേതൃപാഠവും ദീർഘവീക്ഷണവും ഒത്തുചേരുമ്പോൾ ഇന്ന് ആധുനിക വിദ്യാഭ്യാസ രംഗത്ത് പുതുവെളിച്ചം പകരുകയാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി. Future Plus Academy. The COO Mr. Nakash Mohammed and the CEO Mr. Prashobh. തലശ്ശേരിയുടെ സ്നേഹം ഒരു ഗംഭീര കയ്യടിയോടെ നമുക്ക് നൽകാം for Future Plus Academy. Congratulations team. Congratulations and thank you very much. അടുത്ത അവാർഡിലേക്ക് കടക്കുന്നു. ഇന്ന് പല പ്രമുഖ സംരംഭകരും കച്ചവടത്തിന്റെ ചട്ടക്കൂട്ടിൽ മാത്രമല്ല സമൂഹത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം, ആരോഗ്യ പരിപാലനം, പരിസ്ഥിതി സംരക്ഷണം, തൊഴിൽ സൃഷ്ടി, ഇതിലൊക്കെ സംരംഭകർ വലിയ മാറ്റം സമൂഹത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതിലൊന്നാണ് പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളെ വളരെ ശ്രദ്ധയോടെ പരിശീലിപ്പിച്ച് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നും നിരവധി സ്ത്രീകൾക്ക് തൊഴിൽ അവസരങ്ങൾ ഒരുക്കിയും മലബാറിൽ ശ്രദ്ധ നേടിയ ഒരു വനിതാ സംരംഭക. അവരാരാണെന്ന് നോക്കാം. കഷ്ടപ്പാടുകളെയും പ്രതിബന്ധങ്ങളെയും ചവിട്ടുപടിയാക്കി ഒരു പെൺകുട്ടി 22ാമത്തെ വയസ്സിൽ ആരംഭിച്ച ലേൺഡക് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനം ഇന്ന് രാജ്യത്തിനകത്തും പുറത്തുമായി 250-ൽ പരം ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു സംരംഭമായി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ നേരിട്ട പ്രതിസന്ധികളെ മുതൽക്കൂട്ടാക്കി മാറ്റിയ ഫാത്തിമ സിറാജാണ് ലേൺഡക് എഡ്യൂക്കേഷന്റെ സ്ഥാപക CEO. പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്ന ആശയത്തിൽ നിന്നാണ് ലേൺഡക് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനം 2019-ൽ രൂപം കൊണ്ടത്. ഏതൊരു കുട്ടിയെയും 15 ദിവസം കൊണ്ട് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്നൊരു വെല്ലുവിളിയാണ് ലേൺഡക് ഏറ്റെടുത്തിട്ടുള്ളത്. ആ വെല്ലുവിളിയിൽ 100% റിസൾട്ട് നേടാൻ ലേൺഡക്കിന് സാധിച്ചു. കഴിഞ്ഞ 5 വർഷം കൊണ്ട് രാജ്യത്തിന്റെ അകത്തും പുറത്തുമായി 15,000-ൽ പരം കുട്ടികൾ ലേൺഡക്കിലൂടെ പഠനം പൂർത്തീകരിച്ചിട്ടുണ്ട്. വനിതാ രത്നത്തെ ഈ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യാം. ദ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ലേൺഡക് എഡ്യൂക്കേഷൻ, ഫാത്തിമ സിറാജ്. സ്നേഹാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മെമന്റോ നൽകുന്നതിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ N. ഷംസീർ സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. കൺഗ്രാറ്റുലേഷൻസ് ഫാത്തിമ. ഒരു കയ്യടി തലശ്ശേരി പ്ലീസ് എവ്രിവൺ. Congratulations and thank you very much for joining. Thank you. ഇനി അടുത്ത അവാർഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അറിവുണ്ടെങ്കിലേ ആർക്കും അവസരമുള്ളൂ. ജീവിതത്തെക്കുറിച്ചുള്ള കണക്കുകൂട്ടലുകൾക്ക് കോട്ടം തട്ടാതെ മുന്നോട്ട് നീങ്ങുന്നതും നമ്മൾ നേടിയെടുക്കുന്ന അറിവിൽ നിന്നാണ്. അതുപോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെയോ സംരംഭത്തിൻ്റെയോ സാമ്പത്തിക സ്ഥിതി കാണിക്കുന്ന കണക്കുകളും വിവരങ്ങളും. അത് കൃത്യമായാലേ നമ്മൾ എല്ലാവരും വിജയം കൈവരിക്കൂ. അതിൽ നല്ലൊരു അക്കൗണ്ടന്റ് തന്നെ വേണം. അത്തരം പ്രഗത്ഭരായ അക്കൗണ്ടന്റ്മാരെ വാർത്തെടുത്ത സ്ഥാപനത്തിനാണ് അടുത്ത ആദരം. വിദ്യാർത്ഥികൾക്ക് അക്കൗണ്ടിംഗ് പ്രാക്ടീസിനായി 2002-ൽ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് IPA അക്കൗണ്ടിംഗ്. ISO 9001-2015 സർട്ടിഫൈഡും SAP പാർട്ണറുമായ IPA അക്കൗണ്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് 23 വർഷത്തിനുള്ളിൽ ഏകദേശം 40,000 അക്കൗണ്ടന്റ്മാരെയാണ് ഇന്ത്യയിലും വിദേശത്തുമായി നൽകിയത്. SAP കൺസൾട്ടന്റ്,
SAP consultant, GST practitioner, Oracle Financials Implementation Specialist, Gulf Accounting Specialist എന്നീ നിലകളിൽ 40 വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമായി ജി രാമകൃഷ്ണൻ എന്ന പ്രതിഭ മലബാർ മേഖലയിൽ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂഷനാണ് IPA അക്കൗണ്ടിംഗ്. 50% വരെ പഠന സ്കോളർഷിപ്പ്, ഇന്റർനാഷണൽ റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ്സ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, മോക്ക് ഇന്റർവ്യൂസ്, ലൈഫ് ടൈം അസിസ്റ്റൻസ്, 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്. അങ്ങനെ ഒരു അക്കൗണ്ടിംഗ് വിദ്യാർത്ഥിക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറ്റവും വലിയ ശമ്പളം നേടിയെടുക്കാൻ പ്രാപ്തരാക്കുകയാണ് ഇന്ന് IPA അക്കൗണ്ടിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. സ്വാഗതം ചെയ്യുന്നു ദ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് IPA അക്കൗണ്ടിംഗ് ശ്രീ ജി രാമകൃഷ്ണൻ. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം നിറഞ്ഞ കയ്യടികൾ നൽകിക്കൊണ്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ടു റിസീവ് ദി മെമെന്റോ ഫ്രം ദി ഓണറബിൾ സ്പീക്കർ. തലശ്ശേരി. Thank you very much, Ramakrishnan sir. Thank you very much for joining. Please be seated. അടുത്ത അവാർഡിലേക്ക് കടക്കാം. സർക്കാർ ജോലി നേടുക എന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന പ്രക്രിയയല്ല, അല്ലേ? അതിന് സ്ഥിരോത്സാഹവും പതിവ് പരിശ്രമവും ആവശ്യമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് അച്ചടക്കമുള്ള ഒരു ദിനചര്യ ഉണ്ടാവണം. പ്രചോദനവും ഉൾക്കാഴ്ചകളും അറിവും പകരുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. മലബാറിൽ 5000-ലധികം ആളുകൾക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി തീർത്ത ഒരു സ്ഥാപനമുണ്ട്. ആ വിജയത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രതിഭകളുണ്ട്. അവർക്കാണ് അടുത്ത റിപ്പോർട്ടർ പുരസ്കാരം. സാധാരണക്കാർക്കും സർക്കാർ ജോലി എന്ന സ്വപ്നം പൂവണിയിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ ഏക ഓഫ്ലൈൻ PSC അക്കാദമിയാണ് ദ ബെസ്റ്റ് അക്കാദമി. 10 വർഷത്തെ പ്രവൃത്തി പരിചയം കൊണ്ട് 5000-ലധികം വിജയ കഥകൾ തീർത്ത മലബാറിലെ ഏക PSC അക്കാദമിയും കൂടിയാണ് ബെസ്റ്റ് അക്കാദമി. 2023-24 കാലയളവിൽ മാത്രം കോഴിക്കോട് ജില്ലയിൽ നിന്ന് 221 പേർ വിവിധ സർക്കാർ ജോലികളിൽ നിയമനം നേടിയതിലൂടെ ഏറ്റവും അധികം സർക്കാർ ഉദ്യോഗസ്ഥരെ വാർത്തെടുത്ത മികച്ച ഓഫ്ലൈൻ കോച്ചിംഗ് സെന്ററായി മാറി ബെസ്റ്റ് അക്കാദമി. ആധുനിക ക്ലാസ് റൂമുകൾ, മികച്ച അധ്യാപകർ, പുതിയ സിലബസുകൾ പ്രകാരമുള്ള സ്റ്റഡി മെറ്റീരിയലുകൾ എന്നിവ ബെസ്റ്റ് അക്കാദമിയുടെ മാത്രം പ്രത്യേകതകളാണ്. തങ്കത്തിന്റെ ഈ പ്രൗഢഗംഭീരമായ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ദി അക്കാഡമിക് ഹെഡ് ഓഫ് ദി ബെസ്റ്റ് അക്കാഡമി ശ്രീ K. സന്ദീപ്. സ്വാഗതം ശ്രീ സന്ദീപ് ടു റിസീവ് ദി മെമെന്റോ ഫ്രം ദി ഓണറബിൾ സ്പീക്കർ. Congratulations and thank you very much for joining. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇതുപോലൊരു വേദി ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന്. കേരളത്തെ ഈ പൊന്നിത്തങ്കത്തിന് അടുത്ത വർഷത്തേക്ക് ഞങ്ങളെ ക്ഷണിക്കണമെന്ന് ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞേക്കാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങൾ മാക്സിമം ചെയ്യുന്നതായിരിക്കും. വലിയൊരു ഇവൻ്റായി ഇനി ലോക ചരിത്രത്തിലേക്ക് ഈ പറയുന്ന പൊന്നിത്തങ്കം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.